ഹലോ ഐഷ. ഹായ്. ഇപ്പൊ എൻട്രിയില് മോണ്ടിസോറി കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതെ. എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് വന്നത്? ഞാന് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ കുട്ടികളാണ്. UKG, LKG പോകുന്ന കുട്ടികളാണ്. അപ്പൊ ഞാനിങ്ങനെ അവരുടെ സ്കൂളിൽ എന്താ പറയാ, അവരുടെ ടീച്ചേഴ്സിനെ അവർ പഠിപ്പിക്കുന്ന ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ലൈക്ക് ഓക്കെ, നോക്കിയാലോ. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാനിങ്ങനെ എൻട്രിയുടെ ഒരു ആഡ് കണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം കുറെയൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഓൺലൈൻ എന്നൊരു ഇതില്ല. അപ്പൊ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തത്. ഓൾറെഡി ഒരു ഫാമിലി സെറ്റിൽമെന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, അതെ അതെ അതെ. കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇനി ഒരു കരിയർ സ്പേസ് വേണമെന്ന് തോന്നിയത്? ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറിയ കുട്ടികളാണ്. അപ്പം അവരെ ഇപ്പം നമ്മള് പണ്ട് പഠിച്ചതുപോലെ ഒന്നും അല്ല ഇപ്പം അവരെ അതെ ഒന്ന് അതെ. ഇതാക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, പഠിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, ലൈക്ക് അവർക്കും വേണ്ടി മാത്രല്ല എനിക്കും കൂടി ഒരു ഇത് ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു ഒരു ഫാമിലിയെ ആ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു. സപ്പോർട്ട് ചെയ്യാന്നുള്ള ഓക്കെ ഇതിലാണ് വന്നത്. ഓക്കെ. ഈ ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്തു, കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓൺലൈൻ ആദ്യം എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഓൺലൈൻ എന്നൊരു ഇതില് കേൾക്കുന്നത്. അപ്പൊ ഓൺലൈൻ എന്താ പറയാ, പറ്റോ ഇല്ലയോ എന്നൊരു വലിയ ഡൗട്ടായിരുന്നു. ഓക്കെ, എന്തായാലും നോക്കാം എന്നാണ് ഞാൻ എന്താ പറയാ എൻട്രിയുടെ ഈ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് വന്നത്. പക്ഷേ ഫ്രം ദി ബിഗിനിങ് എന്താ പറയാ, നമുക്ക് ടെക്സ്റ്റ് ബുക്സ് കയ്യിൽ കിട്ടും വരെ നമുക്ക് ടെൻഷൻ ആയിരുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു, ഓക്കെ ദിസ് ഇസ് റിയൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജേർണി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കോഴ്സ് തുടക്കത്തിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയാ മെന്റേഴ്സ് എല്ലാവരും ക്ലാസ് അവര് പറഞ്ഞു നമുക്ക് ക്ലാസ് എന്താ പറയാ, നമുക്ക് റെക്കോർഡഡ് സെക്ഷൻ ആവും, പിന്നെ ലൈവ് സെക്ഷൻ ഉണ്ടാവും എല്ലാം. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഫസ്റ്റിലൊക്കെ എനിക്ക് നല്ല ഡൗട്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇത് വരുന്നത്. പക്ഷെ എന്താ പറയാ, നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആണ് തന്നത്. അപ്പൊ നമുക്ക് എന്താ 4 കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് അതിന്റെ രാത്രി ഇടയിലാണ് രാത്രി പഠനം. ആയിരിക്കും, ചിലപ്പോ കുക്കിങ്ങിന്റെ ഇടയിലായിരിക്കും ഇങ്ങനെ ക്ലാസ് ഓക്കെ. വെച്ച് കേൾക്കുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ കോഴ്സിന്റെ ഒരു ആദ്യത്തെ 2 മന്ത് ആക്ടിവിറ്റി ടാസ്കുകളൊക്കെയാണല്ലേ? അതെ അതെ ഡെമോ അതെ ക്ലാസ് അതെ. എടുക്കുക, സ്റ്റോറി പ്രസന്റ് ചെയ്യുക, റൈം പ്രസന്റ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? എനിക്ക് നമുക്ക് കയറിയ പാടെ തന്നെ ഐ തിങ്ക് നെക്സ്റ്റ് 2 വീക്സിനുള്ളിൽ നമുക്ക് തന്ന ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെമോ ക്ലാസ് ആയിരുന്നു. ഏത് റൈം പ്രസന്റേഷൻ ആയിരുന്നു. അതെന്ന് പറഞ്ഞാല് ഞങ്ങള് ഒരു ഞങ്ങള് ബാച്ചിലുള്ള എല്ലാരും എന്താ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനെ ക്യാമറ നിന്നിട്ട് ഫേസ് ചെയ്ത് ആ ആ. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ അയക്കുന്നത്. എന്താ പറയാ, അത് ഒരു ഒരു ബിഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് റൈം പ്രസന്റേഷൻ ചെയ്ത് മാമിന് അയച്ചു കൊടുക്കും. മാമിനല്ല, നമ്മൾ ഗ്രൂപ്പ് ഇടുന്നത്. ആ അപ്പൊ ആ പബ്ലിക് ആ. എല്ലാരും എല്ലാരും കാണുന്നതല്ലേ. കാണുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമുക്ക് അങ്ങനെ. ഓക്കെ. നമുക്ക് ഈ കോഴ്സിന്റെ ഇൻബിറ്റ്വീൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാ മാനേജ് ഒരുപാട് ചെയ്തേ? നമുക്ക് ഫസ്റ്റ് 2 മന്ത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ഡെയിലി ക്ലാസ്സസ് ആയിരുന്നു, നമ്മൾ ആ ടെക്സ്റ്റ് ആ ബുക്ക് ആ. ബേസ്ഡ് ക്ലാസ് ആയിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് അസൈൻമെന്റ്സ് തന്നു തുടങ്ങിയത്. അപ്പൊ അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓക്കെ, നമ്മൾ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് ഒരു തിരിച്ചു വരികയാണ്. അതെ. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് ആം, ഞാൻ പറയാം, എന്റെ മെന്റർ ലഫർ മാം ആയിരുന്നു. ഞാൻ മാമിനെ വിളിച്ചിട്ട്, മാം എന്താണ് ഇത് എഴുതിയിട്ട് ഇത് പറ്റുന്നില്ല മാം, നടപടിയാകുമെന്നൊരു. എന്ത് ചെയ്യും മാം? അവർ നോക്ക്, പറ്റും പറ്റും, ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ഉറക്കിയിട്ട് രാത്രി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഇരുന്ന് എഴുതിയിട്ട് എല്ലാം സെൻഡ് ആക്കി. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഒരു 4 അസൈൻമെന്റ്സ് വിത്തിൻ 4 വീക്സ് നമ്മളെല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു വിത്ത് മാംസ് ഹെൽപ്പ്. അതെ. നമ്മുടെ ടൈമിനെല്ലാം നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത് ത്രൂ ഔട്ട് സെൻഡ് ആക്കി. ജേർണിയില് മിസ്സിന്റെ ഹെൽപ്പ് ത്രൂ അല്ലേ? ഔട്ട്, ഈവൻ നൗ ലൈക്ക് മാമിനെ ഇപ്പൊ എന്ത് വിളിച്ച് ലൈക്ക് എനി ടൈം മാമിനെ വിളിച്ച് അസൈൻമെന്റ്സ് ഒന്നും ഞാൻ പറഞ്ഞു, നമ്മൾ നൈറ്റ് ആയിരിക്കും ഇരുന്ന് എഴുതുന്നത്. യെസ്. ഇപ്പൊ നൈറ്റ് 2 മണി 1:30 ആകുമ്പോൾ ആയിരിക്കും മാമിന് മെസ്സേജ് അയക്കുന്നത്. നമ്മളൊരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും മാം അവൈലബിൾ ഓണെന്നിരിക്കുവാണെങ്കിൽ ആയിരിക്കും. മാം റിപ്ലൈ തരും. പിന്നെ നമ്മൾ എൻട്രിയിൽ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് അനുവദിക്കുന്നുണ്ട്. ഉം. അപ്പൊ ഏതായിരുന്നു ഐഷ, ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ? ഞാൻ ചൂസ് ചെയ്തത്, ഞാൻ ആക്ച്വലി എനിക്ക് ഓഫ്ലൈൻ പോകാനായിരുന്നു ഇൻട്രസ്റ്റ്. ഞാൻ വിചാരിച്ചു ഓൺലൈൻ പോയാൽ എങ്ങനെയായിരിക്കും, നമുക്ക് ഓഫ്ലൈൻ പോയാൽ മാത്രമല്ലേ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ഒരു ഇതുണ്ടാവും. ഞാൻ എങ്ങനെയായിരിക്കും, നമുക്ക് ഓൺലൈൻ ചെയ്യണോ വേണ്ടേ. ലാസ്റ്റ് എന്നിട്ട് മാമിൻ്റെ അടുത്ത് ചോദിച്ചു, മാം എന്ത് ചെയ്യും, ടൈമായി, ഓൺലൈൻ എടുക്കണോ ഓഫ്ലൈൻ എടുക്കണോ, രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് ഓഫ്ലൈൻ കൊടുത്തു. ഓഫ്ലൈൻ കിട്ടി. ആ ആ. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞു മോളുള്ളത് കൊണ്ട് 10 months ആണ്, എനിക്കൊരു
ഒരു ഇട്ടിട്ട് പോകുന്നൊരു ഒരു ഇത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാ പിന്നെ ഓൺലൈൻ എടുക്കാന്ന് പറഞ്ഞാൽ ഓൺലൈൻ കയറി. പക്ഷേ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഓൺലൈൻ ആകുമ്പോൾ അതിന്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓഫ്ലൈൻ പോയ കുട്ടികളെ കൂടുതൽ നമുക്ക് ഓൺലൈൻ പഠിക്കാൻ പറ്റുന്നതെന്ന്. ഓൺലൈനായിട്ട് ചെയ്ത കുട്ടികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത് മാത്രമല്ല, നമുക്കിപ്പോ ഓൺലൈൻ കഴിഞ്ഞതായാലും നമുക്ക് ഓഫ്ലൈൻ കഴിഞ്ഞ കുട്ടികൾ ഞങ്ങളോടാണ് വന്ന് ഡൗട്ട് ചോദിച്ച് ചോദിക്കുന്നത്. ക്ലിയർ ചെയ്യുന്നത്. അത് നമുക്ക് ഇപ്പോ ഇനി കുറെ പേര് എന്നോട് വന്ന് ചോദിച്ചു, ഈ എൻട്രിയിൽ ജോയിൻ ചെയ്ത കുട്ടികൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓൺലൈൻ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് A to Z കാര്യങ്ങള്, നമ്മുടെ ഈ എഫക്റ്റീവ് ടീച്ചിങ് ആയാലും, നമ്മൾ അടുത്തിന് എന്താ പറയാ കുട്ടികളെ ക്ലാസ് എടുക്കുന്ന ഒരു മറ്റേ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന ഇതായാലും, ട്രഡീഷണൽ സ്കൂളിലായാലും എല്ലാം നമുക്ക് ആ ഒരു ഓൺലൈൻ ഇന്റേൺഷിപ്പിൽ നമുക്ക് അവര് ചെയ്തു തരും എന്നാണ്. പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ മോണ്ടിസറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ മോണ്ടിസറി അപ്പാരറ്റസ് ആണല്ലോ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസിന്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? മെറ്റീരിയൽസിന്റെ ക്ലാസ് ഇപ്പോ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ മെറ്റീരിയൽസിന്റെ ക്ലാസ് കിട്ടിയപ്പോ നമ്മള് തുടക്കത്തില് നമുക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് മെറ്റീരിയൽസിന്റെ ക്ലാസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ എങ്ങനെ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് എക്സ്പീരിയൻസ് ലൈവ് ക്ലാസ് മാം തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ മെറ്റീരിയൽസിന്റെയും ലൈക്ക് A to Z ലൈവ് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ക്ലാസ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ഫുൾ മെറ്റീരിയൽസിന് എവറിത്തിങ് വാസ് ദെയർ ഇൻ ദാറ്റ്. നമ്മള് എക്സാമിന് നമ്മൾ പോയാലും നമുക്ക് ആ ഒരു ക്ലാസ് കണ്ടപ്പോ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ട് ചെയ്താലല്ലേ പഠിക്കാൻ പറ്റൂ. ഇല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൺലൈനിൽ ഫുൾ ഇന്റേൺഷിപ്പ് വരെ ഞാൻ ഓൺലൈൻ ചെയ്ത് പ്ലേസ്ഡ് ആയി കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എവിടെയാണ് പ്ലേസ്മെന്റ് ആയിട്ടുള്ളത്? ഞാൻ ഒരു കലൂർ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂളിൽ പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞു. ഓക്കെ. അപ്പം എല്ലാം ഞാൻ ഓൺലൈൻ ത്രൂ ആ ചെയ്തത്. സോ ഓൺലൈൻ ചെയ്തിട്ട് എന്താ പറയാ പ്ലേസ്മെന്റ് അങ്ങനെ ആവത്തില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും കുട്ടികൾ പറയും, ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഇനി പ്ലേസ്മെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുമോ, അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഈ എൻട്രിയിൽ തന്നെ നമുക്ക് മെറ്റീരിയൽസ് ലൈവായിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് അവർ തരുന്നുണ്ട്. നമുക്ക് എന്താ പറയാ ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പ് നമുക്ക് തരുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. കുട്ടികൾക്ക് താല്പര്യമാണെങ്കിൽ ഡയറക്റ്റ് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ. നമ്മുടെ എക്സാമിനെ കുറിച്ച് എന്താണ് എക്സ്പീരിയൻസ്? നമുക്ക് വൈവ ഉണ്ടായിരുന്നു, റിട്ടൺ എക്സാം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അസൈൻമെന്റ്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അസൈൻമെന്റ്സ് ഇത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വൈവയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഇതുണ്ടായിരുന്നു, നമ്മുടെ ആർട്ട് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ആർട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞാല് ഇത് മാം ഇങ്ങനെ ആർട്ട് ഫെസ്റ്റ് ആർട്ട് ഫെസ്റ്റ് ഓക്കെ നമ്മളിപ്പോ വീട്ടിലിരിക്കല്ലേ, വീട്ടിലിരുന്നിട്ട് എന്താ ആർട്ട് ഫെസ്റ്റ് നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താ പറയാ, നമ്മള് ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഐ വാസ് ലൈക്ക് എവ്രി വൺ ഈസ് അറൌണ്ട് മീ. ആ ഒരു ഫോണിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീല് ആർട്ട് ഫെസ്റ്റിന്റെ ലൈക്ക് ഓരോ മറ്റേ ചെസ് നമ്പർ വിളിക്കുമ്പോൾ ആ റൂമിൽ അടുത്ത ആൾ കയറുമ്പോൾ ഇറ്റ് വാസ് ആ ഒരു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കലോത്സവം അത് കഴിഞ്ഞിട്ട് ആർട്സ് ഫെസ്റ്റ് ലാസ്റ്റ് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആരാ ജയിച്ചത്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ഓൺലൈൻ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു ഫീല് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വൈവയുടെ ഇത് വന്നത്. വൈവ എന്ന് പറഞ്ഞാല് നമ്മള് ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ അല്ല. അപ്പൊ നമ്മള് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ എന്താ പറയുക, നല്ല സ്മൂത്ത്ലി എല്ലാം. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓൺലൈൻ ഇന്റേൺഷിപ്പാണ് ചെയ്തത്. എല്ലാം നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നമ്മൾ. അപ്പൊ വൈവ ഇസ് ലൈക്ക് വെരി ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് വൈവ കഴിഞ്ഞപ്പോ തന്നെ ആ ഒരു പേടി അങ്ങ് മാറി. സെക്കൻഡ് വൈവ ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ. റിട്ടൺ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? റിട്ടൺ എക്സാമും ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മള് എന്താ പറയാ, നമ്മൾ ഈ 6 months കൊണ്ടല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്തിങ്ങനെ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഈ എന്താ പറയാ നമ്മുടെ ക്ലാസ്സും ഇതെല്ലാം എല്ലാം നമുക്ക് ഓൺലൈൻ റെക്കോർഡഡ് ആണല്ലോ. എല്ലാം നമ്മളിരുന്ന് ഇങ്ങനെ കേട്ടിട്ട് ഒരു എന്താ റിട്ടേൺ എക്സാമും സത്യം പറഞ്ഞാൽ സ്മൂത്ത്ലി പോയി എന്നാണ്. കാരണം ടീച്ചേഴ്സിന്റെ ഹെൽപ്പ്, നമുക്കിപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാം ഇതെന്താണ്, മാം അതെന്താണ്, അവര് നമുക്ക് എല്ലാം പറഞ്ഞു തരും. ഈസി ആയിരുന്നു.
വളരെ ഈസി ആയിരുന്നു. എക്സാം കഴിഞ്ഞു, പ്ലേസ്മെന്റ് കിട്ടി. എക്സാം കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും എക്സാം ഇന്നലെ കഴിഞ്ഞു. എനിക്ക് ഇന്നലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ പ്ലേസ്മെന്റ് കിട്ടി. ഇന്നലെ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. ഭയങ്കര ഒരു ലക്കാണല്ലേ, ദൈവാനുഗ്രഹം തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ, ഈ കോഴ്സ് എടുക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഞാൻ പറയില്ല, നമ്മളിപ്പോ വീട്ടിലിരുന്ന് ഞാനൊരു മദർ ഓഫ് 4 ആണ്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാരും വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റുമോ, ഓൺലൈൻ എങ്ങനെയായിരിക്കും, അത് ചെയ്താൽ വല്ല ഉപകാരം ഉണ്ടോ? നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ വീട്ടിൽ ഇരുന്നാലും നമ്മളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് 4 അല്ല, നിങ്ങൾക്ക് എത്ര ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മുടെ ലൈഫ് തന്നെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ.